എന്നോട് ദേഷ്യപ്പെട്ടോ? നിനക്ക് സങ്കടായോ? എന്താ സുബി, എന്താ ഒന്നും മിണ്ടാത്തെ? എന്റെ അടുത്ത് നീ ഇനി മിണ്ടില്ലേ? ഞാൻ നിന്നോട് മിണ്ടത്തൊന്നുമില്ല. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പോയിക്കോ പോയിക്കോ. ഞാനെന്താ ചെയ്ത്? നിന്റെ അച്ഛൻ എന്നെ സഹായിക്കുമെന്ന് നീയല്ലേടി എന്റെ അടുത്ത് വന്ന് പറഞ്ഞേ? അത് വിശ്വസിച്ച് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോ അവരെന്നെ വീട്ടിനകത്തേക്ക് പോലും കയറ്റിയില്ല. ആ ആന്റി എന്നെ എങ്ങനെ തള്ളിയിട്ടെന്ന് അറിയോ? അയ്യോ, എന്റെ കൈ വേനെടുത്തിട്ട് പാടില്ല. ഞാൻ വീടിന് പുറത്തു വന്ന് സുബി, അച്ഛന്റെ പേര് നീ ഉറക്കെ വിളിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? നീ എന്താ വിളിക്കാഞ്ഞേ? കാവേരി ചേച്ചി വിട്ടില്ല. അയ്യോ, എന്തയ്യോ? നിന്റെ അച്ഛൻ ശരിയല്ല, ദുഷ്ടനാ. ഈ പൈസ ഉള്ളവരൊക്കെ ഇങ്ങനെയാണോ തോന്നുന്നേ? എന്നാ നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ സുബി? എന്റെ അച്ഛൻ നല്ലവരാ. അവരാ നിന്റെ മുത്തശ്ശനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത്. ആര്? നിന്റെ അച്ഛനോ? കള്ളം അല്ല സുബി, അത് സത്യമാ. നീ കള്ളമൊന്നും പറയണ്ട. ഇവിടുന്ന് പോവാൻ നോക്ക്. ഇല്ല സുബി, എന്റെ സീതമ്മ അച്ഛന്റെ അടുത്ത് പറഞ്ഞു അവരെ പോലീസ് സ്റ്റേഷനിൽ ആക്കരുത്, അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ അവരെ ഇറക്കണമെന്നും പറഞ്ഞിരുന്നു. അപ്പൊ അച്ഛൻ കാർ എടുത്ത് സ്പീഡിൽ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിന്റെ മുത്തശ്ശനെ പുറത്തിറക്കിയതാ. സീതമ്മ അങ്ങനെ പറഞ്ഞോ? എത്ര നല്ലവരാ എന്റെ സീതമ്മ. അപ്പോ സീതമ്മ പറഞ്ഞത് കൊണ്ടാണല്ലേ നിന്റെ അച്ഛൻ എന്റെ മുത്തശ്ശനെ അവിടെ നിന്ന് ഇറക്കിയത്? ഇല്ലെങ്കിൽ അവരെ ജയിലിൽ എന്നും നിർത്തുമല്ലേ? എനിക്കറിയാം, ശരിക്കും ദുഷ്ടനാ അയാള്, ആ മനുഷ്യൻ. സുബി, എന്റെ അച്ഛനെ ദുഷ്ടനെന്ന് പറയണ്ട. പറയും മോളെ, ശ്രീറാം ദേശായി ദുഷ്ടനാ 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 ദുഷ്ടനാ. സുബി, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചു നിൽക്കണം റാം. നീ ഹാപ്പി ആയിരുന്ന ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും സീത. നിങ്ങൾ സിഹി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. താങ്ക് യു സോ മച്ച് സീത. നീ ഇങ്ങനെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്തല്ലോ. നീ ഇന്ന് എനിക്കൊരു സർപ്രൈസ് തന്നില്ലേ, അതുപോലെ നാളെ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരും. സർപ്രൈസോ? അതെന്താ? സർപ്രൈസ് എന്ന് പറഞ്ഞ് ഇപ്പോഴേ അത് റിവീൽ ചെയ്താ അത് സർപ്രൈസ് ആവോ? നീ ഒന്ന് വെയിറ്റ് ചെയ്യണ്ടേ? ഓ, അപ്പൊ നാളെ വരെ ഞാൻ കാത്തിരിക്കണോ? ഓഫ് കോഴ്സ്, കാത്തിരുന്നേ പറ്റൂ. നമസ്കാരം മേഡം. ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇവളാ ഈ അനാഥാലയത്തിലെ മിടുക്കി കുട്ടി. സിഹിയുടെ കാര്യമൊക്കെ ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. സിഹിയെ പോലെ നിന്നോളും, അങ്ങനെ സംസാരിക്കും. ഓക്കെ, ഇങ്ങ് വാ. നിന്റെ പേരെന്താ മോളെ? സിഹി. SIHI S capital. ഗുഡ്. നിന്റെ അച്ഛന്റെ പേരെന്താ? ശ്രീറാം ദേശായി. വെരി ഗുഡ്. അമ്മയുടെ പേര്? സീതാ ശ്രീറാം ദേശായി. നീ അമ്മയെ എന്താ വിളിക്കാറ്?
സീതമ്മ എന്നാ വിളിക്കുന്നേ? എന്റെ അച്ഛനാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. വെരി ഗുഡ്. കുട്ടിയെ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ്. ശരി, നിങ്ങൾ എന്നാ ചെല്ല്. ഇവിടെ ഞാൻ കൊണ്ടുപോയിക്കോളാം. നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മോളെ, ഞാനേ പോകുന്ന വഴിയില് മോൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വീട്ടിലുള്ള എല്ലാവരുടെ അടുത്ത് നീ അങ്ങനെ വേണം സംസാരിക്കാൻ. ഓക്കെ? ഓക്കേ. വാ. മുത്തച്ഛ, എന്താ രാമ? ഭാർഗവി മാം വിളിച്ചിരുന്നു. കുട്ടിയെ എങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. അതെയോ? നല്ല കാര്യം. മുത്തച്ഛ, കുഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ സീതയ്ക്കെല്ലാം ഭേദമാവില്ലേ? അതിനു വേണ്ടിയല്ലേ ഈ ശ്രമങ്ങളെല്ലാം. നീ നോക്കിക്കോ, സീത മുന്നത്തെ പോലെ തന്നെയാവും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അത്രയും കേട്ടാ മതി മുത്തച്ഛ, എനിക്ക് മറ്റൊന്നും വേണ്ട. സാധനമേമ്മ, വീട്ടിലേക്ക് ഒരു കുട്ടി വരാൻ പോവാ. നമ്മളാ കുഞ്ഞിനെ സിഹിയെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യണം. സീതയ്ക്ക് ഒരു സംശയം തോന്നാൻ പാടില്ല. നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിന്റെ കൂടെ അതിനൊരു ഫാമിലി ലൈഫ് കിട്ടുമല്ലോ. ശരിയാ. മേമ, നിങ്ങൾ ആദ്യം പോയി ആരതി എല്ലാം റെഡിയാക്ക. റാമു നല്ല സന്തോഷത്തിലല്ലേ? അവന് കുഞ്ഞു വരുന്ന സന്തോഷത്തില് സിഹിയുടെ ആക്സിഡന്റിന്റെ കാര്യം മറക്കാതിരുന്നാ മതി. അതെ രാമ. ചെറിച്ച രാമ, സിഹിയുടെ ആക്സിഡന്റിനെ പറ്റി ഒരു കംപ്ലൈന്റ് കൊടുക്കണം നമ്മൾ പറഞ്ഞിരുന്നില്ലേ? ഫുട്ടേജ് നീ കണ്ടതല്ലേ? അതിൽ RP ഉണ്ട്. ഇന്ന് തന്നെ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. അതേടാ, വൈകിപ്പിക്കാൻ നിൽക്കണ്ട. കറക്റ്റ് ആണ്. പക്ഷേ സിഹി വരുന്നുണ്ട്. ഐ മീൻ, സിഹിയുടെ പ്രായത്തിൽ ഒരു കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആദ്യോട് വരട്ടെ, സീതയ്ക്കെല്ലാം ഭേദമാവട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് കംപ്ലൈന്റിന്റെ കാര്യം നോക്കാം. പോരെ? റാം, ആ സീത, നീ എന്തിനാ ഇപ്പൊ താഴേക്ക് വന്നത്? ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിളിക്കുന്നവരെ വരണ്ടാന്ന്. നിങ്ങൾ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. സീക്രട്ടായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതെന്താണെന്ന് പറയേ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്. അതെല്ലാം മറന്നോ? ഓ, അത് ശരിയാണല്ലോ. ഞാനും കാത്തിരിക്കണം ആ സർപ്രൈസ് എന്താണെന്ന് അറിയുന്നവരെ. ഞാനൊന്ന് സിഹി കുളിപ്പിച്ചിട്ട് വരാം. അവളും ആ സർപ്രൈസ് കണ്ടോട്ടെ. യാ, ഷുവർ. ഹായ് സുബി. ഏയ്, നീ ഇപ്പോഴും ഇവിടെയാണോ? നീ വീട്ടിൽ പോയില്ലേ? ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. അതെന്താ? നിനക്കവിടെ അത്ര വലിയ വീടുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ എന്റെ സ്ഥലത്തേക്ക് അവര് വേറെ ആരെയോ കൊണ്ടുവരാൻ പോവാ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമോ. ആണോ? അപ്പൊ ഇനി നിന്നെ ഒരിക്കലും വീട്ടിലേക്കേ കേറ്റില്ലേ? എന്തുപറ്റി? ഞാൻ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. വിട്, ആ കാര്യം വിട്. ഇനി ഞാൻ പറയുന്ന പോലെ നീ ചെയ്യോ? എന്ത്? നീ നമ്മുടെ വീട്ടിലേക്ക് വന്ന് സീതമ്മയുടെ മകളായിട്ട് താമസിച്ച എന്ത് രസമായിരിക്കും അല്ലേ? നീ വരുന്ന സുബി? എന്റെ ചക്കര.
വാ, എനിക്ക് എന്റെ അച്ഛനും അമ്മയുണ്ട്. അവര് വന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളും. ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയിക്കോളാം. നിന്റെ വീട്ടിലേക്ക് വരുന്നില്ല. അയ്യോ, നീ എന്തിനാ ഇവിടെ ഇനി നിൽക്കുന്നേ? പോവാൻ നോക്ക്. എനിക്ക് ജോലിക്ക് പോവാനുണ്ട്. പ്ലീസ് സുബി. പറ്റില്ലെന്നല്ലേ നിന്നോട് പറഞ്ഞത്? സുബി, ആരോടാ സംസാരിക്കുന്നേ? ഈ ലൂസിനോട്. എന്താ വിളിച്ചേ? ഞാൻ ലൂസോ? അല്ല, നീയാ ലൂസ്. എടാ കുട്ടിലിംഗം, നിന്നെ അല്ല ഞാൻ വിളിച്ചത്. എന്നെ അല്ല പറഞ്ഞത്. നീ എന്റെ നേരെ വിരല് ചൂണ്ടി എന്നെ വിളിച്ചതല്ലേ ലൂസ് എന്ന്? ജാഗി ചേട്ടാ, ഇപ്പൊ കണ്ടോ? ഇവൾ പ്ലേറ്റ് ഇപ്പൊ എങ്ങനെയാ മാറ്റുന്നതെന്ന് കണ്ടോ? അതെ സുബി, നീ അവനെ കാണിച്ച ലൂസ് എന്ന് പറഞ്ഞേ. അയ്യോ അല്ല ജാക്കി ചേട്ടാ. മതി, ഇനി വെറുതെ നീ ഓരോ കഥയൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ആ, ഗുഡ് ഗുഡ്. നിന്റെ പുതിയ സിഹി. പക്ഷെ ഈ സിഹി ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യൂ. നീ കണ്ടോ സീത, നിന്റെ ചക്കര സിഹി നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അകത്തേക്ക് പോയാലോ? ആ ബേഡി ബംഗാരം ആന്റി. ഇനി എന്നെ എങ്ങാനും ലൂസ് എന്നല്ലോ വിളിച്ചാലുണ്ടല്ലോ, കാണിച്ചു തരും ഞാൻ. ഞാൻ വിളിക്കുന്നതമ്മാനെ. ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും നീ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വരുന്നില്ലേ? നീയാ ശരിക്കും ലൂസ്. അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? ഓൾ ടൈം സി രണ്ടാളും ഫൈറ്റിംഗ് ഓട് ഫൈറ്റ്. ജാക്കി ചേട്ടാ, ഈ കുട്ടിലിംഗം അല്ലേ കാലി ചൊറിഞ്ഞിട്ട് വഴക്കുണ്ടാക്കാൻ വരുന്നേ? ജാഗി ചേട്ടാ, ഈ സുബി എന്തിനാ എന്നോട് വായി തോന്നുന്നൊക്കെ പറയുന്നേ? അയ്യോ, ഞാൻ സംസാരിക്കും. നിനക്കെന്താടാ പ്രശ്നം? അയ്യോ മതി മതി, എപ്പ കണ്ടാലും രണ്ടാളും വഴക്കാ. ഇങ്ങനെയാണെങ്കിൽ ജോലി എപ്പ ചെയ്യാനാ? ടൈമായി, നടക്ക് പോണ്ടേ? ഓ കൊള്ളാവല്ലോ നമ്മുടെ സുബി, നല്ല വഴക്കുണ്ടാക്കുമല്ലേ? നിങ്ങളിപ്പോ എന്തിനാ വന്നേ? ഞങ്ങള് നിങ്ങൾക്ക് പൈസ തന്നിട്ടും നിങ്ങൾ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലാക്കിയില്ലേ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പോ. സുബി, സുബി, പോവാനാ പറഞ്ഞത്. സുബി, മുത്തശ്ശ വിട് മുത്തശ്ശ. സുബി വിട്. ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ടോ ഈ സ്ഥലം വേണമെന്ന് പറയാൻ വേണ്ടി വന്നതല്ല. ദേശായി കുടുംബത്തിന്റെ ഓർഡറാ. ഇനി ഒരിക്കലും ഞങ്ങൾ ഈ ചേരിയുടെ പ്രശ്നത്തിൽ ഇടപെടില്ല. ഇനി ഇതെല്ലാം നിങ്ങളുടേതാ. നിങ്ങൾ എന്തായി പറയുന്നേ? ഇത് സത്യമാണോ?
അതെ, അതുമായി ബന്ധപ്പെട്ട പേപ്പേഴ്സും ഡോക്യുമെന്റുമാ. ഇന്ന് പിടിച്ചോ. മുത്തശ്ശ, ഇതൊന്ന് വായിച്ചിട്ട് പറ. അതിലെന്താ ഉള്ളേ മുത്തശ്ശ? ഈ സ്ഥലം ഇനി മുതൽ ഞങ്ങളുടെയാണോ? അവര് പറയുന്നത് ട്രൂത്ത് ആണോ? അതെ, ഇതിൽ അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. ഈ സ്ഥലം ഇനി നമ്മുടെയാണെന്ന് എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ പുതിയ നാടകമൊന്നും അല്ലല്ലോ. ഇത് സത്യമാ സുബി. ഈ സ്ഥലം ചോദിച്ച് ഇനി ഇങ്ങോട്ട് ആരും വരില്ല എന്നാ പറയുന്നേ. ഇതാ നോക്കുമോളെ, ഇനി ഞങ്ങളുടെ നിഴല് പോലും ഇവിടെ വരില്ല. ധൈര്യമായിട്ട് നിങ്ങൾ ഇരുന്നു കേട്ടോ. വാടാ. നമ്മുടെ സ്ഥലം നമുക്ക് തിരിച്ചു കിട്ടി. ജാക്കി ചേട്ടാ, കുട്ടിലിംഗം കരണം ഇതെല്ലാം ചെയ്തത് എന്റെ അച്ഛനാ. എന്റെ അച്ഛൻ എത്ര നല്ലവനാണല്ലേ. സാധനമേമ്മ, മുത്തശ്ശ, അശോക, ചെറിയച്ച, എല്ലാരും വേഗം വാ. സാധനമേമ്മ, വേഗം ആരും എടുത്തിട്ട് വാ. അവര് വന്നു തോന്നുന്നു. ഹായ് മോളെ, സുഖമാണോ? വാ. സീത, സീത. ഹായ് മോളെ. മിസ് യു സീതമ്മ. മിസ് യുന്നോ? സീതമ്മയെ കാണാതെ ഞാൻ കുറെ വിഷമിച്ചു. പക്ഷെ ഇപ്പൊ ഇല്ല. ഇനി മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ. അച്ഛാ, നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. സീതമ്മ, അച്ഛാ, നമ്മുടെ ഫോർ എവർ ബോണ്ടിങ്ങാ.
മോളെ ഞാനാരാ? ആഘോഷ് അങ്കിൾ. ഇവരാരാ? സത്യ അങ്കിൾ. ഇവരാരാ? എന്റെ ഫേവറേറ്റ് സൂര്യമുത്തശ്ശൻ. അത് ക്യൂട്ട് ചേച്ചി. അത് ബെഡി ബംഗാരം ആന്റി. എനിക്ക് എല്ലാരെയും അറിയാം. സോ സ്വീറ്റ്. എല്ലാവരുടെയും പേര് ഓർമ്മയുണ്ടല്ലേ? പിന്നല്ലാതെ എന്റെ വീട്ടിലുള്ളവരെ കുറിച്ച് എനിക്ക് അറിയാതിരിക്കോ? അതെ അതെ, ഈ മിടുക്കിക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും അറിയാം. മിടുക്കി കുട്ടിയാ. വെരി ഗുഡ് സീത. ഈ കുഞ്ഞ് സിഹിയാണെന്ന് നീ വിശ്വസിച്ചു അല്ലേ? അത്രയായ എന്റെ ഐഡിയ വിജയിച്ചു എന്നർത്ഥം. അത് നടന്നാ മതി.